വീഡിയോ ഒരു സ്റ്റഡി വ്ലോഗാണ്. ഇപ്പോൾ ഓൺ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മൺഡേ മുതൽ നമുക്ക് ഓൺ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. 12th 11th ഒക്കെ പഠിക്കുന്നവർക്ക്. സോ ഞാനിപ്പോൾ 12th പഠിക്കുന്നത്. എനിക്കും അന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ എല്ലാവരും ഭയങ്കര സ്ട്രെസ്സായിട്ട്, ചിലവർക്ക് തീരെ സ്ട്രെസ്സൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചിലർ ഭയങ്കര സ്ട്രെസ്സായിട്ട് നടക്കുന്നവരൊക്കെ ആയിരിക്കും. പിന്നെ അതേപോലെ ഇപ്പോൾ അധികം എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരിക്കും, പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക അങ്ങനെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനും എൻ്റെ എക്സാം പ്രിപ്പറേഷൻസൊക്കെയാണ് ഷെയർ ചെയ്യണത്. പിന്നെ നിങ്ങളെ പഠനങ്ങളും എവിടെയൊക്കെ എത്തി എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എക്സാം ആണ് എന്നുള്ള ഒരു വലിയ പേടിയൊന്നും എത്തിയിട്ടില്ല. അത് ചിലപ്പോൾ പബ്ലിക് എക്സാമിന് മാത്രമേ ഒരു പേടിയൊക്കെ വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും എക്സാമാണ്, ഒക്കെ പഠിക്കണം, അങ്ങനൊരു മൈൻഡിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നീറ്റ് പഠിക്കാൻ വിചാരിച്ചു. ഭയങ്കര നേരത്തെ നീറ്റ് പഠിക്കില്ല, ഒരു 6 മണിക്കൊക്കെ പഠിക്കാതിരുന്നാൽ ഒരു 7:45 8 മണി വരെയൊക്കെ ഒരു സെഷനായിട്ട് പഠിക്കും, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് ബോട്ടണിയാണ്. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്കിങ്ങനെ മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം ബൈ ഹാർട്ട് പഠിക്കാനാണ്. അതായത് കാര്യം മനസ്സിലാക്കും, അതിൻ്റെ കൂടെ തന്നെ ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണ്. മാത്സ്, ഫിസിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റിനേക്കാളൊക്കെ എനിക്ക് കുറച്ചും കൂടി തിയറിയുള്ള സബ്ജക്റ്റാണ് പഠിക്കാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇപ്പോൾ ബോട്ടണിയാണ് പഠിക്കുന്നത്. രാവിലെ പറഞ്ഞാൽ ഫ്രഷ് ആയിരിക്കും മൈൻഡ്. അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ എന്നെ വായിച്ച് നോക്കിയാൽ തന്നെ വേഗം മനസ്സിലാവും. കുറേ ടൈമിൽ നിന്ന് ഇങ്ങനെ വായിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ബോട്ടണി, സുവോളജി, ചില ദിവസം മാത്സ് വർക്ക് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ തിയറി സബ്ജക്റ്റൊക്കെ പഠിക്കാൻ ഒരു ടിപ്പ് പോലെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ പഠിച്ചെടുക്കുക. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂസ് പ്രിൻ്റോ ചെറിയ പേപ്പർ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിൽ നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു ഹെഡിങ് കൊടുക്കുക, പിന്നെ അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക. അങ്ങനെയൊക്കെ ഭയങ്കര ഡീറ്റെയിൽ നോട്ട് എഴുതണമെന്നില്ല. നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം വെച്ചിട്ട് ചെറിയൊരു നോട്ട് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഓർമ്മ വരും. എക്സാം ടൈമിലൊക്കെ ചിലപ്പോൾ നമുക്ക് എഴുതിയ കാര്യമായിരിക്കും ഓർമ്മ വരിക, നമ്മളങ്ങനെ അപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ. എനിക്ക് അങ്ങനെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് അതൊരു ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺട്രോൾഡ് മെത്തേഡ് ഓഫ് ബ്രീഡിംഗ് ടു ജനറ്റിക്കലി ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ടു കമ്പൈൻ ഡിസറബിൾ ഫ്രൂട്ട്സ് ആൻഡ് ക്രിയേറ്റ് ഓഫ് സ്പ്രിങ്സ് വിത്ത് ഇംപ്രൂവ്ഡ്. ഈ ഒരു ദിവസമൊക്കെ ഞാൻ മെയിനായിട്ടും തിയറി സബ്ജക്റ്റ് തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോട്ടണിയിൽ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് കുറേ ഞാൻ ആ ഒരു ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ട് തിയറിയൊക്കെ പഠിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ കുറച്ച് നേരത്തെ തിയറി പഠിച്ച് വെക്കുക. ഇത് ഭയങ്കര നേരത്തെ ഒന്നും അല്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ നേരത്തെ തന്നെ തിയറിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റിവൈസ് ചെയ്യാനൊക്കെ ടൈം കിട്ടും. തലേന്ന് വെച്ച് പഠിക്കാനൊന്നും തീരെ എനിക്ക് പറ്റില്ല. പിന്നെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓരോരുത്തരും ഇരുന്ന് പഠിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പ്ലേസ് മാറ്റിയിട്ട് പഠിക്കാൻ നോക്കുക. ഞാൻ അധികം ഒരു ടേബിളിൽ തന്നെ ഇരിക്കൽ, കാരണം എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുമ്പോഴൊക്കെയാണ് ഭയങ്കരമായിട്ട് തലേ കയറുന്ന പോലെ തോന്നൽ. പക്ഷേ എപ്പോഴും അവിടെ നിന്ന് ഇരുന്ന് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും. അപ്പോൾ പ്ലേസ് മാറ്റി പഠിക്കുക, ഒന്നെങ്കിൽ പുറത്തൊക്കെ പോയി പഠിക്കുക. പക്ഷെ ഞാൻ പുറത്തൊക്കെ ഒന്നും ഇറങ്ങില്ല, സോഫയിലോ ബെഡിലൊക്കെ പോയിട്ട് പഠിക്കും. അപ്പോൾ ഇനി പഠിച്ചിട്ട് ഇരുന്നിരുന്ന് മടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ഐഡിയ ഒക്കെ നോക്കുക. പിന്നെ ചിലർക്ക് നടന്ന് പഠിക്കുമ്പോൾ പടിയുണ്ടാവും. എനിക്കൊക്കെ പണ്ട് പറഞ്ഞാൽ മറ്റേ ടീച്ചേഴ്സിനെ പോലെ ക്ലാസ് എടുത്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ തലേ കയറലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ അത്രയ്ക്ക് റിസ്ക് എടുത്ത് പഠിക്കലൊന്നുമില്ല, മനസ്സിലാവട്ടെ എന്നുള്ള ആ ഒരു രീതിക്കാണ് പഠിക്കൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സപ്പോർട്ട്.